ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. എല്ലാവരും കെങ്കേമമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചിട്ട് ഓരോരുത്തരുടെയും സാധാരണ ആ ഒരു ജീവിതത്തിലോട്ട് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സമയമായല്ലേ. എൻ്റെ ചാനൽ നേരത്തെ കണ്ട് പരിചയമുള്ളവർക്ക് അറിയാം, പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാരാ പുതിയൊരാളെന്ന് ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ. ഇത് എന്നെ കുറേ നാളായിട്ട് എൻ്റെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ചേച്ചിയാണ്, കമലമ്മ ചേച്ചി. ഞാൻ ചേച്ചിയുള്ള ദിവസങ്ങളിലാണ് ചിലപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ ചേച്ചി കാണാറുണ്ട്. അപ്പം ഞാൻ ഓർത്തു ചേച്ചിക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ചേച്ചിയുടെ അനുവാദം ചോദിച്ചപ്പം ചേച്ചിയും ഭയങ്കര ഹാപ്പി. അപ്പോൾ ചേച്ചിക്ക് സമ്മതമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അന്ന് ഒരു 4 നഗരം മേടിച്ചായിരുന്നു. എങ്കിൽ ഇന്നത്തെ മീൻകറി ചേച്ചിയുടെ വക തന്നെ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ചേച്ചിയുടെ ഇഷ്ടത്തിന് ഞാനങ്ങ് വിട്ടുകൊടുത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 8-10 കൊച്ചുള്ളിയും 7-8 സാമാന്യം വലിപ്പമുള്ള കഷ്ണം വെളുത്തുള്ളിയും 1-1.25 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും 2 കപ്പ് ഫ്രഷായിട്ട് ചെറിയ തേങ്ങയുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ചേച്ചി പറയട്ടെ. അപ്പോൾ 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മൾ മുമ്പേ എടുത്ത് വെച്ചത് നമ്മൾ മുമ്പേ ക്യാമറയിൽ കാണിച്ചായിരുന്നല്ലോ. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അല്ലേ, അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തു. ഇതിനിപ്പോൾ എങ്ങനെയാ, നല്ലോണം മൂക്കണോ അതോ പഴനാ മതി ചേച്ചി? ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ചിലർക്കൊക്കെ എങ്കിലും ചേച്ചിയുടെ കാര്യം അറിയാം. ഞാൻ ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയാ, എത്ര മക്കളാ, കല്യാണം കഴിപ്പിച്ചു വിട്ടോ? ചേച്ചിയുടെ ഭർത്താവ് ഇപ്പൊ ഇല്ല അല്ലേ? എത്ര നാൾ മുമ്പ് മരിച്ചു ചേച്ചി? അപ്പൊ എത്ര കുഞ്ഞുങ്ങളാ അപ്പൊ ചേച്ചിക്കുള്ള? 3 പേരല്ലേ? 3 പെൺമക്കളാ? 3 പെണ്ണുങ്ങൾ. അവരൊക്കെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് 3 പേർക്ക് ഈ 2 മക്കളും വീതമുണ്ട്. മൂത്തവർക്ക് 2 പെൺപിള്ളേര്, രണ്ടാമത്തവർക്ക് 2 ആണുങ്ങള്, 2 ആൺപിള്ളേര്, രണ്ടാമത്തെ മോക്ക്, മൂന്നാമത്തെ മോക്ക് 1 ആണും 1 പെണ്ണും. അവരൊക്കെ ഇപ്പൊ എന്നാ ചേച്ചി? മക്കള്, ചേച്ചിയുടെ മക്കള് 3 പേരും എന്നാ ചെയ്യുക? 3 പേരും ഇതുപോലെ വീട്ടു ജോലിക്ക് പോവേ തന്നെ. നമുക്ക് ഇനി അടുത്ത പരിപാടി, ഇനി എന്താ ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ ചേർക്കാവേ. അപ്പൊ ചേച്ചി അത് കത്തിക്കാതെ തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കില് ആവശ്യത്തിന് വഴന്നു ചേച്ചി. കൊച്ചുള്ളിയൊക്കെ ഇത്ര വഴന്നാ മതിയോ? അപ്പൊ അതേ ഒരു കാശ്മീരി ചില്ലി പൗഡർ അല്ലേ ചേച്ചി? നമ്മൾ എപ്പോഴും ഇവിടെ എടുക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ ആണല്ലോ. അപ്പൊ 2 സ്പൂണ്. ഞാൻ സാധാരണ ഇങ്ങനെ കൂമ്പാരം അല്ല എടുക്കുന്നത്, ചേച്ചി ഒരിച്ചിരി കൂമ്പാരം എടുത്തിരിക്കുന്നത്. അപ്പം ഒരു 3 ടീസ്പൂൺ എന്ന് കണക്കാക്കാം. 3 ടീസ്പൂൺ ലെവലായിട്ട്. കാരണം 3ാമത്തെ സ്പൂണ് ചേച്ചി നിറച്ചെടുത്തിട്ടില്ല. അത് കാരണം 3 ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ടല്ലേ. ഇനി മല്ലിപ്പൊടി 2 സ്പൂൺ മതി. ലെവലായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടീസ്പൂണ്. ഇത് ചേച്ചി ഒരിച്ചിരി നിറച്ചെടുത്തിരിക്കുന്നത്. സാധാരണ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് അളവ് പറയാനായിട്ട് എപ്പോഴും ഞാൻ ഒരു ലെവലായിട്ടേ എടുക്കുകയുള്ളൂ, ആരും എടുക്കാതെ. അത് ഏത് സ്പൂണാ ചേച്ചി? 1/2 സ്പൂണാണ്. ഏറ്റവും ചെറുതാണ് 1/4 സ്പൂണ്. അപ്പൊ 1/2 ടീസ്പൂൺ ലെവലായിട്ട് കുരുമുളക് പൊടി അല്ലേ ചേച്ചി ഇപ്പോട്ട്? ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അത് 1/8 ടീസ്പൂൺ ആണ്, അതായത് 1/4 ടീസ്പൂണിന്റെ പകുതി. അപ്പൊ 1/8 ടീസ്പൂണ് നിറച്ച് ഉണ്ട് മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റണം. എണ്ണ കുറവാണെന്ന് തോന്നിയത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. പൊടികൾ ഇടുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്തിട്ടാണ്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പൊടികളൊക്കെ ഇട്ട് കൊടുത്തത്. ഇപ്പം ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റണം. തക്കാളി എത്രയാ ചേച്ചി ഇതിനകത്ത്? ഒരു വലുതല്ലേ? ഒരു വലുത് മതിയല്ലോ. ഇത്ര 4 നഗരയ്ക്ക് അല്ലേ? സാരമില്ല, എനിക്കും അബദ്ധം പറ്റുന്ന പോലെ. എന്നെ കണ്ടി ഇച്ചിരിയുടെ പ്രായമുണ്ട് ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. അതെ സംസാരത്തിലായി. അപ്പൊ പച്ചമുളക് എത്ര ചേച്ചി വേണ്ടേ? അപ്പൊ 3 പച്ചമുളകും കൂടെ കേട്ടോ. നമ്മുടെ പ്രായമായിരുന്നു ചേച്ചിയല്ലേ, അങ്ങ് ക്ഷമിച്ചല്ലേ. എനിക്കേ അബദ്ധം പറ്റുന്നു. അപ്പൊ ചേച്ചിയുടെ കാര്യം പറയണ്ടല്ലോ. 3 പച്ചമുളകും കൂടെ നടുവേ കീറിയതൊന്നിടുകയാണേ. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇടുമ്പം തന്നെ അതിന്റെ കൂട്ടത്തിൽ ഇടേണ്ടതല്ലേ ചേച്ചി പച്ചമുളക്? അതിന്റെ കൂട്ടത്തിൽ പച്ചമുളക് ഇടേണ്ടതാണ് കേട്ടോ. ഇനിയിപ്പോ 2ാം പാലാണോ ചേച്ചി ഒഴിക്കുന്നത്? 2ാം പാല്. നമ്മള് 2 കപ്പ് തേങ്ങയല്ലേ എടുത്തേ? 2 കപ്പ് തേങ്ങ, ഒരു 3/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കഴിഞ്ഞിട്ട്
ഒന്നാം പാലെടുത്തു, പിന്നെ ഒരു 1-1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും എടുത്തു. ഇനി രണ്ടാം പാലിൽ കിടന്ന് മീനൊന്ന് വേവണം അല്ലേ? അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒന്നാം പാൽ ഒഴിക്കണം. അപ്പൊ ഇനി നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നഗരയാണ് കേട്ടോ. അപ്പം നമ്മുടെ നഗര നല്ല വൃത്തിയായിട്ട് വെട്ടി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചേച്ചി. അപ്പം അതെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി ഈ മീൻകറി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നേ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇതും ചോറും മാത്രമാണ് കഴിച്ചത്, പച്ചക്കറി പോലും കൂടെ കൂട്ടാതെ. കപ്പയുടെ കൂടെയും പുട്ട്, ദോശ, ചോറ്, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ എൻ്റെ ചേച്ചിയുടെ മീൻകറി. അപ്പൊ ചേച്ചി മക്കളുടെയൊക്കെ പേരെന്നാ? മോളെ പേര് വസന്ത, രണ്ടാമത്തെ മോളെ പേര് വത്സല, മൂന്നാമത്തെ മോളെ പേര് തങ്കച്ചി. രണ്ടും വാ വെച്ച് തുടങ്ങിയിട്ട് ഒരെണ്ണം മാത്രം എന്ത് പറ്റി? ടീ ആയിപ്പോയി. പൊടിയിലെ തങ്കച്ചി തങ്കച്ചിന്ന് വിളിച്ച് അതങ്ങ് തങ്കച്ചിയായി പേര്. ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ടില്ല, ഉപ്പിടാൻ പോവാണേ. അപ്പൊ 2 ടീസ്പൂൺ ലെവലായിട്ട് കണക്കാക്കിയാൽ മതിയേ ഉപ്പ്. മക്കളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പൊ അവർക്കൊക്കെ വീഡിയോ കാണാമല്ലോ ചേച്ചിയുടെ. അപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇടയിൽ കൂടെ ചേച്ചി ഇവിടെ എല്ലാം അടുക്കി പറക്കുക കേട്ടോ. ചേച്ചി ഒന്ന് നോക്കി ചിരിച്ചേ, അല്ല അങ്ങോട്ട് ഇച്ചിരി മാറി നിന്നിട്ട് ഒന്ന് നോക്കി ചിരിച്ചേ. ഈ മീൻകറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേച്ചി അടുക്കിപ്പറക്കം കൂടെ നടത്തുന്നുണ്ട്. 2 കഷ്ണം പുളി അല്ലേ? അപ്പം നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുവാണേ. ഇവിടെ ഇച്ചിരി ഇങ്ങനെ ചാറൊരിച്ചൊരു കുറുകിയിരിക്കുന്ന ചേച്ചി ഇഷ്ടം. ഇനിയിപ്പോൾ ഇതെന്നാ ചേച്ചി ഇടാൻ പോണേ? ഉലുവാപ്പൊടിയാണോ? ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി കേട്ടോ. ഒട്ടും കൂടി പോലെ ഉലുവാപ്പൊടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. അതെ അതെ, പൊടിഞ്ഞു പോകണ്ട. ഞാനും ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇട്ടപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കത്തേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പം ആവശ്യത്തിന് പറ്റിയല്ലേ? ഇനിയിപ്പോ ചട്ടി ആയതുകൊണ്ട് തന്നെ 2 കുറുകിക്കുള്ളൂ അല്ലേ ചേച്ചി? അപ്പൊ ഇനി 1 പാൽ ഒഴിച്ചു. തനിപ്പാൽ ഒഴിക്കുക. 1 പാൽ, അതായത് തനിപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ടേ 1 പാൽ ഒഴിക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചേച്ചി ഉണ്ടാക്കിയ മീൻകറി, അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ടല്ലേ ചേച്ചി? ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ. അത് അടിപൊളിയാണ്. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചതല്ലേ. ഇങ്ങോട്ട് ചേർത്ത കാലം മുഖം കാണാൻ മേല. കാണാം. അതെന്നതാ ചേച്ചിയുടെ ചിരി മതിയല്ലോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? ചേച്ചി ചെയ്യുന്ന ചില നല്ല കറികളുണ്ട്, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നീ ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതാക്കാൻ നമുക്ക് ഒരു ദിവസത്തെ പരിപാടി. അങ്ങനെ ദേ കഴിഞ്ഞു, എല്ലാം മൂടി വെച്ചോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെയും ചേച്ചിയുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്